ഏവർക്കും നമസ്കാരം. ശരീരം ഉപേക്ഷിക്കുന്ന ജീവാത്മാവ് മനസ്സിൻ്റെ ഇച്ഛാശക്തി പ്രകാരം മറ്റൊരു ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് ഹിന്ദു സനാതനധർമ്മം പറയുന്നു. മനസ്സും ആത്മാവും തമ്മിൽ അമേധ്യമായിരിക്കുന്നൊരു ബന്ധം നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് മനസ്സിൻ്റെ മോഹവലയത്തിൽ നിന്നും ആത്മാവിനെ മോചിതനാക്കൂ. അങ്ങനെ മനസ്സിൻ്റെ മോഹവലയത്തിൽ നിന്നും ആത്മാവിനെ മോചിതനാക്കിയെങ്കിൽ മാത്രമേ ആ പ്രേതാത്മാവിന് സൽഗതി ഉണ്ടാകുകയുള്ളൂ. ആത്മാവ് പരമാത്മാവിൽ ലയിക്കുന്ന അവസ്ഥയാണ് മോക്ഷം. ആ മനസ്സിൻ്റെ കാമനകളിൽ നിന്ന് ആത്മാവ് വേറുവിട്ടെങ്കിൽ മാത്രമാണ് മോക്ഷമെന്ന ആ അവസ്ഥയിലേക്ക് എത്തുവാൻ സാധിക്കുകയുള്ളൂ. നോക്കൂ, ഇവിടെ ഒരു മനുഷ്യ ശരീരം രണ്ട് ശരീര അവസ്ഥയെപ്പറ്റിയാണ് പറയുന്നത്. അതിലൊന്നാമത്താണ് പഞ്ചമയകോശ ശരീരം, രണ്ടാമത്തത് ആത്മീയകോശ ശരീരം അഥവാ സൂക്ഷ്മം. ഇവിടെ ഈ പറയുന്ന സർവ്വവിധ കാമനകളും വികാരങ്ങളും വിചാരങ്ങളും മനസ്സിൻ്റെ ഇച്ഛാശക്തിയിൽ നിന്നും വേർപെടണം എങ്കിൽ അതിൽ ശ്രാദ്ധം മാത്രമേ പറയുന്നു. ക്ഷേത്രങ്ങളോ പൂജാവിധികളോ മന്ത്രങ്ങളോ യന്ത്രങ്ങളോ തന്ത്രങ്ങളോ മൂർത്തിയോ കർമ്മവിധാനങ്ങളോ ഒന്നും ആത്മാവിനെ മനസ്സിൻ്റെ മോഹവലയത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയില്ല. വിഷ്ണു സ്മൃതി പറയുന്നത് നോക്കൂ. ബലിദാന തർപ്പണാദി ക്രിയകൾ ചെയ്യുക, മാതൃപിതൃ ഗുരു പിതൃക്കൾക്ക് ശ്രാദ്ധം കൂട്ടുക, ആ ശ്രാദ്ധം അനുഷ്ഠിക്കുന്നയാൾ സർവ പിതൃ ഋണത്തിൽ നിന്നും മോചിതനായി ബ്രഹ്മലോകം പോകും എന്ന് വിഷ്ണു സ്മൃതി പറയുന്നു. ശ്രാദ്ധമല്ലാതെ മറ്റൊരു വിധിയില്ല എന്നുള്ളതാണ്. ഏവർക്കും നല്ലത് വരട്ടെ. കിരുനീലിയമ്മയും സർവ പടിമാന മക്കളുടെ അനുഗ്രഹാശസ്സുകൾ നിങ്ങൾക്ക് ഉണ്ടാകുമാറാകട്ടെ. ഓം നമഃ ശിവായ കാലേശ്വരായ.